ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ശരത്ത് മൂലം രേവതിയുടെ സച്ചിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവുകയാണല്ലേ. അതെന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ആന്റണിയുമായി കൂട്ടുപിടിച്ചിട്ട് ചന്ദ്രയുടെ പണം മോഷ്ടിക്കുന്നതായിട്ടൊരു വീഡിയോ സച്ചി കണ്ടതാണ്. ആ ഒരു ദേഷ്യത്തിൽ സ്കൂളിൽ ശരത്തിനെ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് ശരത്ത് അവിടെ വന്നിട്ട് ദിവസങ്ങളായി എന്നൊക്കെ ശരത്തിൻ്റെ സുഹൃത്തുക്കൾ പറയുകയും പിന്നീട് തിരികെ കാർ സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് ആന്റണിയും കൂട്ടുപിടിച്ചുകൊണ്ട് മഹേഷിനെ തല്ലാൻ ഒരുങ്ങുന്ന ശരത്തിനെ കാണുമ്പോഴത്തേക്കും രേവതിക്കും രേവതിയുടെ അമ്മയ്ക്കും എല്ലാം തന്നെ ശരത്തിന് നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ട്. ആ ഒരു പ്രതീക്ഷകളെല്ലാം നശിപ്പിക്കുന്ന രീതിക്കാണ് നമ്മുടെ ശരത്ത് ഇപ്പോൾ പെരുമാറുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ശരത്തിനെ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചല്ല സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷിന്റെ ശരത്ത് തല്ലുന്ന കാണുമ്പോഴത്തേക്കും ശരത്തിനെ മാറ്റി നിർത്തുന്നുണ്ടല്ലോ നമ്മുടെ സച്ചി. എന്നാൽ പിന്നീട് ആന്റണി വീണ്ടും മഹേഷിനെ തല്ലുന്ന കാണുമ്പോഴത്തേക്കും ആന്റണിക്കിട്ടാണ് സച്ചി തല്ലുന്നത്. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ശരത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേഗം വന്ന് ആന്റണിയെ മാറ്റിയിട്ട് നമ്മുടെ സച്ചിയുടെ കോളറിന് കയറി പിടിക്കുന്നുണ്ടല്ലേ. നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് ഞാൻ നോക്കിയില്ല, ഇനി മേലാൽ എൻ്റെ ആനണിച്ചായനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും അന്നേരമാണ് നമ്മുടെ സച്ചിയുടെ ദേഷ്യം കൂടുന്നത്. ആ സമയത്താണ് സച്ചി ശരിക്കും പറഞ്ഞാൽ ആ ഷോളറിൽ നിന്ന് കൈ പിടിച്ചിട്ട് ശരത്തിൻ്റെ കൈ ബാക്കിലേക്ക് പിടിക്കുന്നത് അല്ലേ. നല്ല രീതിയിൽ തന്നെ ശരത്തിൻ്റെ കൈക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഡോക്ടറോട് പറയുന്നത് ബൈക്കിൽ നിന്ന് വീണതാണ് എന്നൊക്കെയാണ്. ഈ ഒരു സമയത്ത് ഡോക്ടർ രേവതിയോടായിട്ട് പറയുന്നുണ്ട് ശരത്ത് വണ്ടിയിൽ നിന്ന് വീണതല്ല, എന്തോ പറ്റി, ഒന്നുകിൽ ആരെങ്കിലും ശരത്തിനെ ആക്രമിച്ചത്, അതല്ല എന്നാണ് ശരത്ത് അടിപിടി കൂടാൻ പോയ സമയത്ത് എന്തോ സംഭവിച്ചല്ല, അത് ഇത്രയും വലിയൊരു ക്ഷതം കൈക്ക് പറ്റുകയില്ല എന്നൊക്കെ പറയുകയാണല്ലേ. അതിനുശേഷം രേവതി വന്ന് ശരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് സച്ചേട്ടനാണ് തൻ്റെ കൈ ഒടിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്തേക്കും രേണുവിനും ലക്ഷ്മിക്കും അതുപോലെ തന്നെ രേവതിക്കൊക്കെ ഭയങ്കര ഷോക്കാവുകയാണല്ലേ. ഈ ഒരു സമയത്ത് സച്ചിയുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റ്, താനൊന്നും ചെയ്യാതെ തന്നെ സച്ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന രീതിക്കാണ് നമ്മുടെ ശരത്ത് എല്ലാവരോടായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിയെ ഇവർ 3 പേരും തന്നെ നല്ല രീതിയിൽ തന്നെ തെറ്റിദ്ധരിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം രേവതി അതേ രീതിയിൽ തന്നെയാണ് സച്ചിയോട് പെരുമാറുന്നത്. അപ്പം സച്ചി മൂലമാണ് ശരത്തിന് അപകടം പറ്റിയതുകൊണ്ട് തന്നെ ശരത്തിനെ കാണാനായിട്ട് രവി ചെല്ലുകയാണ്. രവി ചെല്ലുന്ന സമയത്ത് ലക്ഷ്മി പറയുകയാണ് സച്ചി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, എൻ്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ സച്ചിയെ കരുതിയത്, പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇവൻ പഠിക്കുന്ന കുട്ടിയാണെന്നും പോലും നോക്കാതെയാണ് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഭയങ്കരമായിട്ട് തന്നെ സങ്കടപ്പെട്ട് പറയുകയാണ്. ഈ ഒരു സമയത്ത് രവിക്കാണെങ്കിൽ തൻ്റെ മകൻ ചെയ്ത് തെറ്റത് കാരണം തിരിച്ചൊന്നും തന്നെ പറയാനും പറ്റാത്ത അവസ്ഥയിലാണ്. പോകുന്ന സമയത്ത് രവി വേഗം തന്നെ കുറച്ച് പണം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കയ്യിൽ പിടിച്ചോ, ഇനിയും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ വരുമല്ലോ, അപ്പോൾ ഇത് ഉപകാരപ്പെടുമെന്നൊക്കെ പറയുന്ന സമയത്ത് തനിക്ക് വേണ്ട എന്ന് നമ്മുടെ ലക്ഷ്മി ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. വീട്ടിലേക്ക് തിരികെ വന്നതിന് ശേഷം രവി ബെഡിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മകൻ തല്ലുന്നവർക്ക് എല്ലാവർക്കും തന്നെ പണം കൊണ്ടേ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് നിങ്ങൾ പാപ്പരായി ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ എന്തുദ്ദേശിച്ച പറയുന്നത് എനിക്കറിയാം, അവർ ഈ പണം വാങ്ങിയില്ല, അവർ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ രവി രേവതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ട്. ഈ ഒരു സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് അച്ഛനോട് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, വേഗം ഉണ്ടായ ദേഷ്യത്തിൽ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് എന്ത്, വീട്ടിലേക്ക് ചെന്ന സമയത്ത് നിങ്ങളോട് അവർ മോശമായിട്ടാണ് പെരുമാറിയത്. രേവതി രവിയേട്ടനോട് എന്താ നിന്റെ അമ്മ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല, നമ്മുടെ മകൻ കാരനാണല്ലോ ഇങ്ങനെ ഒരു അപകടം പറ്റിയത്, അപ്പോൾ അതിൻ്റെതായ രീതിക്ക് അവർ സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഉള്ളൂ എന്നൊക്കെ നമ്മുടെ രവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ കാണുമ്പോൾ തന്നെ രവി വേഗം സച്ചി ഒന്ന് നിന്നെ, നിന്നോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് ചെല്ലാണ്ട് അവിടെ ചെന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്ത് ആരെയും തല്ലാറില്ല എന്ന് അച്ഛൻ അറിയാലോ, പിന്നെ ശരത്ത് അവൻ ചെയ്തതിന് ഇതൊന്നുമല്ല കൊടുക്കേണ്ടത്, ഇതിന് നല്ലത് തന്നെ അവനൊക്കെ കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്റെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണം, നിന്റെ മുൻചുണ്ടിയും ദേഷ്യവും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നീ നല്ലൊരു മനുഷ്യനായിരിക്കും. കൂട്ടത്തിൽ തന്നെ രേവതിയുടെ വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ രവി പറയുന്ന സമയത്ത് അച്ഛന് അവനെന്തെങ്കിലും പറഞ്ഞു ശരത്ത്, അവനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അവൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് എന്തിനാണ് സച്ചി ഇത്രയധികം ദേഷ്യം അവനോട്, എന്താ സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് അച്ഛൻ അറിയാലോ, ഞാൻ ഒരു തെറ്റും ചെയ്താൽ ആരെയും ഒന്നും തന്നെ പറയാറില്ല, അതേ രീതിയിലാണ് അച്ഛനും അച്ഛമ്മയും എന്നെ വളർത്തിയത് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും അതല്ലേ എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത് എന്താണ് ശരത്ത് ചെയ്ത് തെറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇവർ രണ്ടൊരു സംസാരം കേട്ടുകൊണ്ട് പുറത്ത് നമ്മുടെ രേവതി സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. വേഗം തന്നെ സച്ചി അച്ഛൻ അറിയാൻ പാടില്ല അവൻ എന്താ ചെയ്തത്, അച്ഛനെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഫോൺ എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് രേവതി പുറത്ത് നിൽക്കുന്നത് സച്ചി കാണുന്നത്. വേഗം തന്നെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നുമില്ല അച്ഛ, എപ്പോഴും തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റുകാരൻ ഞാൻ തന്നെയല്ലേ ആവാറ്, ഇതിനും ഞാൻ തെറ്റുകാരനായിക്കോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രവി പറയുകയാണ് എൻ്റെ കാര്യം തുറന്നു പറ മോനെ സച്ചി, നീ എന്തായാലും ഒരു കാര്യമില്ലാതെ ശരത്തിനൊന്നും ചെയ്യുകയില്ല എന്നറിയാം, അച്ഛനോട് സത്യം പറ എന്താ അവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല അച്ഛ എനിക്കതിപ്പോൾ പറയാനാവില്ല,
കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെയല്ല ശരത്തിനെ തല്ലിയത്. എന്തായാലും ഇനി അച്ഛനെ ഞാൻ ആരുടെ മുന്നിൽ നാണം കെടുത്തുകയില്ല, അതേ രീതിയിൽ ഇനി ഒരിക്കലും പെരുമാറുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി റൂമിൽ നിന്ന് പുറത്തു പോകുന്നത്. ഈ ഒരു സമയം തന്നെ രവി പുറത്തേക്ക് വരികയാണ്. രേവതിയെ കാണുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് മോളെ, എന്തായാലും ഒന്നുമില്ലാതെ ശരത്തിനെ സച്ചി ഉപദ്രവിക്കുകയില്ല, എന്തായാലും അത് വഴിയെ മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രവി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് ചെമ്പനിപ്പോൾ വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.